Welcome to Bosco Campus Vision. I am Grishma TJ, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 10th lecture of Customs Duty and Overview. In this lecture, we are discussing about goods imported or exported by post. Label or declaration accompanying goods to be treated as entry. In the case of goods imported or exported by post, any label or declaration accompanying the goods which contains the description, quantity and value thereof shall be deemed to be an entry for import or export as the case may be for the purpose of this act. ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നത് എക്സ്പോർട്ട് ചെയ്യുന്നതും ബൈ പോസ്റ്റിലാണ് എങ്കിൽ ആ ഗുഡ്സിൻ്റെ മേലൊരു ലേബലോ ഒരു ഡിക്ലറേഷനോ ഉണ്ടായിരിക്കും. ആ ലേബലിനെയും ഡിക്ലറേഷനെയും നമ്മൾ എൻട്രി ആയിട്ട് ഇമ്പോർട്ടിൻ്റെ എക്സ്പോർട്ടിൻ്റെ എൻട്രി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ആ ലേബലിലും ഡിക്ലറേഷനിലും അടങ്ങിയിരിക്കുന്നത് ഗുഡ്സിൻ്റെ ഡിസ്ക്രിപ്ഷനും അതിൻ്റെ ക്വാണ്ടിറ്റിയും അതിൻ്റെ വാല്യൂ ഒക്കെയാണ്. അതാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോഴും എക്സ്പോർട്ട് ചെയ്യുമ്പോഴും അതിൻ്റെ എൻട്രിയിൽ ആ വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്ന ലേബലിൽ കാണുന്ന വാല്യൂസിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. റേറ്റ് ഓഫ് ഡ്യൂട്ടി ആൻഡ് താരിഫ് വാല്യുവേഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് ഗുഡ്സ് ഇമ്പോർട്ടഡ് ഓർ എക്സ്പോർട്ടഡ് ബൈ പോസ്റ്റ്. ഏത് റേറ്റ് അല്ലെങ്കിൽ ഏത് താരിഫ് വാല്യൂവിലാണ് ഈ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നതും എക്സ്പോർട്ട് ചെയ്യുന്നതും പോസ്റ്റ് വഴിയാണ് എങ്കിൽ നമ്മൾ ഏത് റേറ്റിലാണ് എടുക്കുന്നത്. The rate of duty and tariff value, if any, applicable to any goods imported by post shall be the rate and valuation in force on the date on which the postal authorities present to the proper officer a list containing the particulars of such goods for the purpose of assessing the duty thereon. ഗുഡ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പോസ്റ്റൽ അതോറിറ്റി എന്നാണോ പ്രോപ്പർ ഓഫീസറിന് മുൻപാകെ കൊടുക്കുന്നത് ആ ഡേറ്റ് മുതലുള്ള ഡ്യൂട്ടി എന്താകും, ആ ഇമ്പോർട്ടഡ് ഡ്യൂട്ടി ബാധകമാകും. പ്രൊവൈഡഡ് ദാറ്റ് ഇഫ് സച്ച് ഗുഡ്സ് ആർ ഇമ്പോർട്ടഡ് ബൈ എ വെസൽ ആൻഡ് ദ ലിസ്റ്റ് ഓഫ് ദ ഗുഡ്സ് കണ്ടെയ്നിങ് ദ പർട്ടിക്കുലേഴ്സ് വാസ് പ്രസൻറ്റഡ് ബിഫോർ ദ ഡേറ്റ് ഓഫ് ദ അറൈവൽ ഓഫ് ദ വെസൽ, ഇറ്റ് ഷാൾ ബി ഡീംഡ് ടു ഹാവ് ബീൻ പ്രസൻറ്റഡ് ഓൺ ദ ഡേറ്റ് ഓഫ് സച്ച് അറൈവൽ. ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് വെസലിലാണ് വരുന്നത് എങ്കിൽ ആ ഗുഡ്സിനെ കുറിച്ചുള്ള ലിസ്റ്റ് എന്നാണോ ഗുഡ്സ് അറൈവ് ചെയ്ത ആ ഡേറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രസൻറ്റ് ചെയ്യണം. ദ റേറ്റ് ഓഫ് ഡ്യൂട്ടി ആൻഡ് താരിഫ് വാല്യൂ ഇഫ് എനി ആപ്ലിക്കബിൾ ടു എനി ഗുഡ്സ് എക്സ്പോർട്ടഡ് ബൈ പോസ്റ്റ് ഷാൾ ബി ദ റേറ്റ് ആൻഡ് വാല്യുവേഷൻ ഇൻ ഫോഴ്സ് ഓൺ ദ ഡേറ്റ് ഓൺ വിച്ച് ദ എക്സ്പോർട്ടർ delivers such goods to the postal authorities for exportation. അപ്പം എക്സ്പോർട്ട് ചെയ്യുന്നത് പോസ്റ്റ് വഴിയാണ് എങ്കിൽ അതിൻ്റെ റേറ്റും താരിഫ് വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എക്സ്പോർട്ടർ ആ ഗുഡ്സ് എന്നാണോ പോസ്റ്റൽ അതോറിറ്റിക്ക് എക്സ്പോർട്ട് ചെയ്യാൻ കൊടുത്തത് ആ ഡേറ്റ് മുതലുള്ള റേറ്റ് ആപ്ലിക്കബിൾ ആയിരിക്കും. റെഗുലേഷൻസ് റിഗാർഡിംഗ് ഗുഡ്സ് ഇമ്പോർട്ടഡ് ഓർ ടു ബി എക്സ്പോർട്ടഡ് ബൈ പോസ്റ്റ്. The board may make regulations providing for പോസ്റ്റ് വഴി ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുകയും എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് ഉള്ളത്. The form and manner in which an entry may be made in respect of any specified class of goods imported or to be exported by post other than goods which are accompanied by a label or declaration containing the description, quantity and value thereof. സ്പെസിഫൈഡ് ക്ലാസ് ഓഫ് ഗുഡ്സിൻ്റെ ഇമ്പോർട്ട് ചെയ്യുമ്പോഴും എക്സ്പോർട്ട് ചെയ്യുന്നതും പോസ്റ്റ് വഴിയാണ് എങ്കിൽ അതിൻ്റെ എൻട്രിയുടെ ഫോമും മാനേഴ്സും എങ്ങനെയാണെന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഗുഡ്സ് അക്കമ്പൈൻ ചെയ്യുന്നത് ലേബലോ ഡിക്ലറേഷനോ കൂടിയാണ്. അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്തൊക്കെ, ഡിസ്ക്രിപ്ഷനും ക്വാണ്ടിറ്റിയും വാല്യൂ ഒക്കെ ഉള്ള ലേബലും ഡിക്ലറേഷനും ആണ് എങ്കിൽ അതിന് കൂടുതൽ മാനേഴ്സും ഫോംസും ഒന്നുമില്ല. അപ്പം അങ്ങനെ അല്ലാത്ത സ്പെസിഫൈഡ് ക്ലാസ് ഓഫ് ഗുഡ്സിൻ്റെ എൻട്രിയിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദ എക്സാമിനേഷൻ, അസസ്മെൻറ്റ് ഓഫ് ഡ്യൂട്ടി ആൻഡ് ക്ലിയറൻസ് ഓഫ് ഗുഡ്സ് ഇമ്പോർട്ടഡ് ഓർ ടു ബി എക്സ്പോർട്ടഡ് ബൈ പോസ്റ്റ്. അങ്ങനെയുള്ള സ്പെസിഫൈഡ് ക്ലാസ് ഓഫ് ഗുഡ്സിനെ എക്സാമിൻ ചെയ്യണം, അതിൻ്റെ ഡ്യൂട്ടി അസസ് ചെയ്യണം. അങ്ങനെയുള്ള ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നതും എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള പോസ്റ്റ് വഴി അയക്കുന്ന ഗുഡ്സിൻ്റെ ക്ലിയറൻസും നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം.
The transit or transshipment of goods imported by post from one custom station to another or to a place outside India. ഒരു കസ്റ്റം സ്റ്റേഷനിൽ നിന്നും അനദർ കസ്റ്റം സ്റ്റേഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യപ്പെടുകയോ ചെയ്യുകയാണ് എങ്കിൽ അതിനും ഈ പറഞ്ഞിരിക്കുന്ന സ്പെഷ്യൽ ക്ലാസ് ഓഫ് ഗുഡ്സിൻ്റെ എക്സാമിനേഷൻസ് എല്ലാം ഉണ്ടായി. This is all for today's session. Thank you for listening.